തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ വ്യാപിച്ചത്. പാനൂരും പയ്യന്നൂരും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾ നടന്നത്. CPM-ഉം മുസ്ലിം ലീഗും BJP-യും എല്ലാം വിവിധ കേസുകളിൽ പ്രതിക്കൂട്ടിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളും കർശനമാക്കുകയാണ്. പാറാട് വടിവാളുമായി അക്രമം നടത്തിയ CPM പ്രവർത്തകരാണ് പിടിയിലായത്. പാറാട് സ്വദേശികളായ ശരത്ത്, ശ്രീജിൽ, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശരത്താണ് വടിവാളുമായി വീട്ടിൽ കയറി അക്രമം നടത്തിയത്. പ്രതികൾ മൈസൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ടവർ ലൊക്കേഷൻ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. 3 മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം പാറാട് മേഖലയിലെ സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബോംബേറും ഉണ്ടാവുന്നത്. പലപ്പോഴായി നിർമ്മിച്ച ബോംബുകൾ പലയിടങ്ങളിലായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളും തുടരുന്നുണ്ട്. അതിനിടയിലാണ് പിണറായി മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത്. പടക്കം പൊട്ടിയതാണെന്ന് പോലീസ് പറയുമ്പോഴും ബോംബെന്നാണ് കോൺഗ്രസും BJP-യും ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഇന്നലെയാണ് CPM പ്രവർത്തകന്റെ കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നത്. വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. അവിടെ ഒരു സാധാരണഗതി, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി, ആ ചരട് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പടക്കം, ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. വിപിൻ രാജന് വലതു കൈയിലെ 3 വിരലുകൾ നഷ്ടമായി. പടക്കം പൊട്ടിയാണ് സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് പറയുന്നു. അശ്രദ്ധമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതിനാണ് വിപിനെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്ന് കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലും പരസ്പരം പോർവിളികൾ ഉണ്ടാകുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസും അറിയിക്കുന്നു. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാളിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.